ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയതായി ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. ആദ്യ ഗഡുവായ 50 ലക്ഷം രൂപ താൻ നേരിട്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിച്ചുവെന്നും ബിജു രമേശ് വിജിലൻസ് നൽകിയ മൊഴിയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മൊഴി പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. 2013 ഫെബ്രുവരിയിൽ ചേർന്ന എക്സൈസ് പ്രീ ബജറ്റ് ഡിസ്കഷനിലാണ് മന്ത്രി കെ ബാബു 10 കോടി രൂപ ആവശ്യപ്പെട്ടത്. 22 ലക്ഷമായിരുന്ന ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചുവെന്നും അത് കുറയ്ക്കണമെങ്കിൽ 10 കോടി രൂപ നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഈ സമയം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ, ഭാരവാഹികളായ ധനേഷ്, കൃഷ്ണദാസ്, ബിനോയ് എലഗൻസ്, യമഹ സുരേന്ദ്രൻ എന്നിവരും തന്നോടൊപ്പമുണ്ടായിരുന്നു. മന്ത്രിയുടെ ആവശ്യത്തെ തുടർന്ന് അസോസിയേഷന്റെ യോഗം ചേർന്ന് 1.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുടമകളിൽ നിന്നും പിരിക്കാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് അതത് ജില്ലാ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത പണം സെക്രട്ടറി ധനേഷിനെ ഏൽപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്ത 50 ലക്ഷം രൂപ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിച്ചത് താനും തന്റെ ജനറൽ മാനേജർ രാധാകൃഷ്ണനും സുഹൃത്ത് റസീഫും ചേർന്നാണ്. ഈ സമയം മന്ത്രിയുടെ ഓഫീസിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും ധനേഷും കൃഷ്ണദാസും ഉണ്ടായിരുന്നു. പണം മന്ത്രിയുടെ സെക്രട്ടറി സുരേഷ് പയ്യെയാണ് ഏൽപ്പിച്ചത്. ബാക്കി തുക രാജ്കുമാറും കൃഷ്ണദാസും കൂടിയാണ് മന്ത്രി പറഞ്ഞ പ്രകാരം പല സ്ഥലങ്ങളിൽ എത്തിച്ച് നൽകിയത്. ധനമന്ത്രി കെ എം മാണിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രിക്കും കുരുക്ക് മുറുകുന്നു എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്.